നമ്മൾ കഴിക്കുന്ന മുട്ട സുരക്ഷിതമാണോ? നിരോധിത ആന്റിബയോട്ടിക് കണ്ടെത്തിയതോടെ രാജ്യവ്യാപകമായി മുട്ട പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. മുട്ടകൾ ക്യാൻസറിന് കാരണമാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയായത്. മുട്ട ആരോഗ്യത്തിന് ഗുണപ്രദമായ ഒന്നാണല്ലോ, പിന്നെ എങ്ങനെയാണ് അവ മാരകമായ ക്യാൻസറിന് കാരണമാകുന്നത് എന്ന സംശയമായിരുന്നു പലരുടെയും മനസ്സിൽ. എക്കോസ് ന്യൂട്രീഷൻ എന്ന ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടകളിൽ നിയമവിരുദ്ധവും ജനിതക വിഷാംശമുള്ളതുമായ രാസവസ്തുക്കൾ കണ്ടെത്തിയതായി സമീപകാലത്ത് ഒരു യൂട്യൂബ് ചാനലിന്റെ വീഡിയോയിൽ പരാമർശിച്ചിരുന്നു. ഇക്കാര്യം തെറ്റാണെന്നും മുട്ടകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണെന്നും ചൂണ്ടിക്കാട്ടി എക്കോസ് ന്യൂട്രീഷൻ ബ്രാൻഡ് പ്രസ്താവനയും ഇറക്കിയിരുന്നു. എന്നാൽ എക്കോസ് ബ്രാൻഡിന്റെ മുട്ടയിൽ നിരോധിത ആന്റിബയോട്ടിക്കിന്റെ സാന്നിധ്യം സംശയിച്ചതിനെ തുടർന്ന് രാജ്യവ്യാപകമായി മുട്ട പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകി. രാജ്യത്തെങ്ങുമുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റീജിയണൽ ഓഫീസുകളോട് മുട്ടകൾ പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നൈട്രോഫ്രാൻസ് എന്ന നിരോധിത ആന്റിബയോട്ടിക്കിന്റെ സാന്നിധ്യം മുട്ടയിൽ സംശയിച്ചതിനെ തുടർന്നാണ് പരിശോധന. ബ്രാൻഡഡും അല്ലാത്തതുമായ എല്ലാ മുട്ട സാമ്പിളുകളും പരിശോധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ 10 ലബോറട്ടറികളിൽ എത്തിച്ച് ടെസ്റ്റ് നടത്താനാണ് നിർദ്ദേശം. നൈട്രോഫ്രാൻസ് എന്നത് ഒരു കൂട്ടം ആന്റിബയോട്ടിക്കുകളാണ്. ഇത് കോഴിക്ക് കൊടുത്താൽ അതിന്റെ അംശം മുട്ടയിലും എത്തും. എന്നാൽ ശരീരത്തിന് ഹാനികരമായതിനാൽ ഗവൺമെന്റ് നിരോധിച്ച ആന്റിബയോട്ടിക് ആണിത്. എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് കമ്പനി തങ്ങളുടെ മുട്ട ശുദ്ധമാണെന്ന് കാട്ടി വാർത്താക്കുറിപ്പിറക്കി. തങ്ങളുടെ വെബ്സൈറ്റിൽ ഏറ്റവും പുതിയ ലാബ് റിപ്പോർട്ട് ഉണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നു. അതേസമയം കോഴി ഫാമുകളിൽ വ്യാപകമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതായി ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. ലോകത്തെങ്ങും നിരോധിച്ചവയാണ് നൈട്രോഫ്രാൻസ് എന്നും മുട്ട പാകം ചെയ്ത ശേഷവും ഇവയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഇവർ വ്യക്തമാക്കി.